നമ്മൾ ഈ മാനിഫെസ്റ്റേഷനൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ തുടക്കകാലങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വന്ന ആദ്യമേ ഉണ്ടായിരുന്ന കുറച്ച് ഡൗട്ടുകളാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ദ സയൻസ് ബിഹൈൻഡ് മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഏറ്റവും അധികം നമ്മളിപ്പോൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ആ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ കളറിലുള്ള ഒരു കാറ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ കാറ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്കതോ ഈ കാർ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള കാറാണ്, അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ കാറാണെന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. അതുപോലെ എന്ത് കാര്യത്തിലേക്കാട്ടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടാൽ സിമിലർ കൈൻഡ് ഓഫ് വീഡിയോ അതിൻ്റെ അൽഗോരിതം തരുന്നത് പോലെ നമ്മുടെ ലൈഫിലും ഇതുപോലുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം? സോ അതാണ് സംസാരിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ RAS ആണ്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റമാണ്. സോ ഇത് ആക്ച്വലി ഒരു ഫിൽറ്റർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്ത് നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് RASൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് കാണപ്പെടുന്നത്. ഇതുപോലെ രണ്ടാമതൊരു കാര്യമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മളിടയ്ക്ക് ചിന്തിക്കില്ലേ, ഇങ്ങനെ എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ ഗുരുക്കന്മാരും പറയും വിഷ്വലൈസ് ചെയ്യൂ, എഫേം ചെയ്യൂ, സ്ക്രിപ്റ്റ് എഴുതൂ എന്നൊക്കെ പറയും. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് നമ്മളിലുണ്ടാകുന്ന മാറ്റം? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ റിപ്പീറ്റഡായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ചെയ്യുകയും വിഷ്വലൈസേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളിലേക്ക് പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാകുകയും നമ്മളുടെ പേഴ്സണാലിറ്റിയിലും നമ്മളുടെ ലൈഫിലും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സോ ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്ച്വലി ദ സയൻസ് ബിഹൈൻഡ് ദ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്.